തിരുവനന്തപുരം SAP ക്യാമ്പിൽ പോലീസ് ട്രെയിനി തൂങ്ങി മരിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്ത്. ട്രെയിനി ആനന്ദിനെ ഹവിൽദാർ വിപിൻ ക്രൂരമായി പീഡിപ്പിച്ചു, ജാതിയുമായി അധിക്ഷേപിച്ചു. വനവാസി കാണി സമൂഹത്തിൽപ്പെട്ട ആളാണ് മരിച്ച ആനന്ദ്. മരണത്തിന് മുമ്പ് ശരീരം മുഴുവൻ പാടുകളുണ്ടായിരുന്നു. SAP കമാൻഡന്റ് യോഗേഷ് സ്ഥലത്തെത്തിയ ശേഷമാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കുടുംബം തയ്യാറായത്. ഉദ്യോഗസ്ഥരുടെ പേരെടുത്ത് പറഞ്ഞാണ് ആനന്ദിന്റെ സഹോദരൻ ആരോപണം ഉന്നയിച്ചത്. സഹോദരന്റെ വാക്കുകളിലേക്ക്. അങ്ങനെയാണ് അവൻ പറയണം. നല്ല ജാതിപരമായിട്ടും എല്ലാ ഇതുമായിട്ടും അവൻ നല്ല രീതിയിൽ അവിടെ ടോർച്ചർ അനുഭവിക്കുന്നുണ്ട്. അവനെ കപിൽദാർ എന്ന് പറയുന്ന സാറ് നല്ലപോലെ അവനെ പീഡിപ്പിക്കുന്നുണ്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ടും അവനെ തളർത്തിയാണ്. ഈ 3 മാസം കൊണ്ട് അവൻ നല്ല രീതിയിൽ അവിടെ നല്ല ഡിപ്രഷൻ അനുഭവിക്കുകയാണ്. അതാണ് അവൻ ഓരോന്ന് അപ്പോഴും അമ്മയും ആരെയും അറിയിക്കേണ്ട അവൻ മുന്നോട്ടുള്ള ഭാവി എന്താവും എന്ന് അങ്ങനെ ചിന്തിച്ചാണ് അവൻ ഓരോന്നും പറയാതെയും അവൻ ഉൾക്കൊണ്ട് മാനസികമായിട്ട് അവൻ തളർന്നു പോയത്. അവന് എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഇതില്ലായിരുന്നു. എനിക്ക് തോന്നണം അവിടുത്തെ സാറുമാർ ഇവനെ നല്ല രീതിയിൽ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ബിബിനാണ് അവിടുത്തെ തസ്തിക എന്ന് പറഞ്ഞാൽ കപിൽദാറാണ് അവരെ മേലോട്ട് കൊണ്ടുപോകണത്. അവരൊക്കെ ഇത് പരേഡും കാര്യങ്ങളും അങ്ങനെ ചിട്ടയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ എന്നെ അവിടെ ഇട്ട് ഉരുട്ടയാണ്, ഞാൻ പലതും കണ്ടില്ല എന്ന് സഹിച്ച് നിൽക്കുകയാണ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, എത്ര ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വരുന്നത്. പോലീസിന്റെ ട്രെയിനി ആയിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കുന്നു, ശാരീരികമായി ഉപദ്രവിക്കുന്നു, അയാളെ അവിടെ കൊല്ലാക്കൊല ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ അയാൾ ജീവനെടുക്കുന്ന സാഹചര്യം. സഹോദരൻ ആ കാര്യങ്ങൾ പറയുന്നു. ആ കുടുംബം നീതി അവകാശപ്പെടുന്നുണ്ട്. എന്താണ് ആ കുടുംബം പറയുന്നത്? കൂടുതൽ വിവരങ്ങൾ ദിസ്ന സുരേഷ്. തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ SAP ക്യാമ്പിലെ RTPC ഉദ്യോഗസ്ഥന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട കുടുംബം വലിയ രീതിയിലുള്ള ആരോപണങ്ങളുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത്. സഹോദരൻ അരവിന്ദന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. സാധാരണക്കാരായി ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ട് ആഗ്രഹിച്ചാണ് അവൻ ആ ജോലിയിൽ കയറിയത്. പക്ഷേ ഇത്തരത്തിൽ നിരന്തരമായി ഈ മേലുദ്യോഗസ്ഥന്റെ പീഡനം തൻ്റെ അനിയൻ അനുഭവിച്ചിരുന്നു എന്നത് തന്നെയാണ് സഹോദരന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. വിനോദ്, ഈ ഹവിൽദാറുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഹവിൽദാർ ബിബിൻ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് ആ ബൈറ്റിൽ ഉൾപ്പെടെ മാധ്യമങ്ങളോട് സംസാരിച്ചതിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, വനവാസി സമൂഹത്തിലെ കാണി സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് ഇവർ. അതുകൊണ്ട് തന്നെ ജാതീയമായി വലിയ രീതിയിലുള്ള അധിക്ഷേപം നേരിടേണ്ടി വന്നു. അതിൽ മനോദുഃഖമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ആത്മഹത്യക്ക് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. പിന്നീടാണ് ക്യാമ്പിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. എന്നിട്ട് പോലും യാതൊരു തരത്തിലുള്ള അന്വേഷണത്തിന് ഉന്നത തലത്തിൽ നിന്ന് ഉത്തരവിട്ടില്ല എന്നും കുടുംബം ആരോപിക്കുന്നു. ഇന്ന് ഇതുവരെയായിട്ടും ഈ ക്യാമ്പിലെ, അതായത് ഈ SAP ക്യാമ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാരും ഇവിടെ എത്തിയിരുന്നില്ല. പിന്നീട് ഈ ബോഡിയുമായി, അതായത് മൃതദേഹം കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് ഈ സഹോദരൻ വാശി പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. പിന്നീട് പ്രതിഷേധവുമായി സഹോദരൻ രംഗത്ത് വന്നു. അങ്ങനെയാണ് SAP കമാൻഡർ യോഗേഷ് മാന്ധയ്യ ഇവിടെ എത്തുകയും കുടുംബവുമായി സംസാരിക്കുകയും ചെയ്തത്. അത്തരത്തിലാണ് ഇപ്പോൾ ബോഡി അവരുടെ സ്വദേശത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത് എന്ന് തന്നെയാണ്. നമുക്കറിയാം, നിരവധി ആത്മഹത്യകൾ ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ മാനസിക സമ്മർദ്ദം കൂടുന്ന കണക്കുകളുടെ വാർത്തകളൊക്കെ തന്നെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഇത്തരം വലിയ രീതിയിലുള്ളൊരു സംഭവം ഉണ്ടായിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടിയോ അല്ലെങ്കിൽ മുൻപ് സമാനമായ രീതിയിൽ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്ന് അന്വേഷിക്കുവാനോ അത് സംബന്ധിച്ച് കാര്യങ്ങളിൽ വ്യക്തത വരുത്തുവാനോ ഉദ്യോഗസ്ഥർ ശ്രമിച്ചിരുന്നില്ല എന്നത് തന്നെയാണ് കുടുംബം പറയുന്നത്. കൂടാതെ ഈ സഹോദരൻ ഉന്നയിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കൈകളിൽ, അതായത് ഈ കൈയോട് ചേർന്നുള്ള ഭാഗത്തൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള മുറിവുകൾ കാണപ്പെടുന്നു. അപ്പോൾ അതൊരു ആത്മഹത്യയാണോ എന്നതിൽ സംശയമുണ്ട് എന്നത് തന്നെയാണ് ഈ കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നത്. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നത് തന്നെയാണ് കുടുംബം ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള സംശയം. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയായിരുന്നു മോർച്ചറിക്ക് മുൻപിൽ ഉണ്ടായിരുന്നത്. വിനോദ്, അപ്പോൾ ഈ കുടുംബം ആദ്യം മൃതദേഹം കൊണ്ടുപോകില്ല, മൃതദേഹം അവിടെ ഇക്കാര്യത്തിലൊരു തീരുമാനമാകുന്നത് വരെ മൃതദേഹം അവിടെ നിന്ന് നീക്കം ചെയ്യില്ല, വീട്ടിലേക്ക് കൊണ്ടുപോകില്ല എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചിരുന്നു. പിന്നീട് എന്താണ് അവർക്ക് നൽകിയ ഉറപ്പെന്താണ്? ഏതിനു ശേഷമാണ് അവർ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായത്? ദിസ്ന.
തീർച്ചയായും വിനോദ്, മേലുദ്യോഗസ്ഥർ ഇവരുമായി സംസാരിക്കുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി ഉണ്ടാവുകയും ചെയ്യുമെന്നൊരു വാക്ക് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ മൃതദേഹം സംസ്കരിക്കണം, അതോടൊപ്പം തന്നെ മരണാനന്തര ചടങ്ങുകൾ ചെയ്യണം, അമ്മയും സഹോദരനും മാത്രമാണുള്ളത്, അപ്പോൾ അത് അവരുടെ അവകാശമാണ്. അപ്പോൾ ഈ മൃതദേഹം ഇവിടെ വെച്ച് വലിയൊരു രീതിയിൽ പ്രതിഷേധം നടത്തണ്ട എന്ന ഒരു കുടുംബത്തിൻ്റെ തീരുമാനത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ആ മൃതദേഹവുമായി അവർ സ്വദേശത്തേക്ക് പുറപ്പെട്ടിട്ടുള്ളത് എന്ന് തന്നെയാണ്. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വൈകാരികമായ ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് കടന്നുപോയത് എന്ന് പറയാം. അതായത് ഏറ്റവും കൂടുതൽ സ്വപ്നം കൊണ്ട് ആ ജോലിയിലേക്ക് എത്തുന്നു, പക്ഷേ മേലുദ്യോഗസ്ഥരുടെ ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദം തനിക്ക് നേരിടേണ്ടി വരുന്നു എന്ന് സഹോദരനോട് പല തവണ പറഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ കൈഞ്ഞരമ്പ് മുറിക്കുകയും പിന്നീട് ആശുപത്രിയിൽ നിന്ന് ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയതായിരുന്നു. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഈ കൈഞ്ഞരമ്പ് മുറിച്ചത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള അന്വേഷണത്തിനും മേലുദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. ഇത്രയും സമയമായിട്ടും ഈ SAP ക്യാമ്പിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടില്ല. പക്ഷേ കുടുംബം ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് ഇറങ്ങി എന്ന് കാണുമ്പോൾ മാത്രമാണ് ഈ ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും ഇവിടെ എത്തിയത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഇപ്പോൾ അവർക്ക് ലഭ്യമായ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മൃതദേഹവുമായി അവർ ഈ പ്രതിഷേധം അവസാനിപ്പിച്ചത് എന്ന് തന്നെയാണ്. അവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ കൈയുടെ മുകളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള മുറിവുകൾ ഈ മൃതദേഹത്തിൽ കാണുന്നു എന്ന് തന്നെയാണ്. മുൻപും സമാനമായ രീതിയിൽ ഇത്തരം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ച ഉദ്യോഗസ്ഥനിൽ നിന്ന് ജാതീയമായ അധിക്ഷേപം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നൊരു കാര്യവും ഈ സഹോദരനോട് ഇദ്ദേഹം പറഞ്ഞു എന്നും ഈ സഹോദരൻ ബൈറ്റിൽ പറയുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ജാതീയമായും മാനസികമായും ഒക്കെ തന്നെയും വലിയ രീതിയിലുള്ള പീഡനങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് ആത്മഹത്യയാണോ എന്നതിൽ സംശയമുണ്ടെന്നും കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കുടുംബ മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റിൽ ഉൾപ്പെടെ ഇത് ആത്മഹത്യയാണോ എന്നതിൽ സംശയം അല്ലെങ്കിൽ ദുരൂഹത നിലനിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഈ സഹോദരൻ അരവിന്ദ് വ്യക്തമാക്കിയിട്ടുള്ളത്. വിനോദ്, അത് മാത്രമല്ല, ഒരു കാര്യം കൂടി സുരേഷ്, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. സമാനമായ നിലയിൽ വനിതാ ട്രെയിനികളും സമാനമായ നിലയിൽ പീഡനം ഏറ്റിട്ടുണ്ട് തുടങ്ങിയ പരാതികളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത് ഗുരുതരമായ ആരോപണമാണ്. ഒരു വ്യക്തിക്കെതിരെ മാത്രമല്ല, ഒരു ഉദ്യോഗസ്ഥനെതിരെ, ഒരു ട്രെയിനിക്കെതിരെ മാത്രമല്ല, മറ്റു പരാതികളും സമാന നിലയിൽ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ടല്ലോ ദിസ്ന സുരേഷ്. തീർച്ചയായും പോലീസ് മർദ്ദനം ഉൾപ്പെടെ സേനയിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ആളിക്കത്തുന്ന സമയത്താണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്നത് എന്ന് തന്നെയാണ്. ഈ പ്രശ്നത്തെ എങ്ങനെയായിരിക്കും മുന്നോട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ഈ പരാതിയിന്മേൽ എന്ത് നടപടി എടുക്കും എന്നതിനെ സംബന്ധിച്ചൊക്കെ തന്നെയും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വനിതാ ട്രെയിനി ഉദ്യോഗസ്ഥർക്കൊക്കെ നേരിടേണ്ടി വരുന്ന പീഡനങ്ങളും ദുരനുഭവങ്ങളും ഒക്കെ തന്നെയും പലരും പേടിച്ചിട്ടാണ് ഈ പുറം ലോകത്തേക്ക് പറയാത്തത് എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. അതിനുശേഷം തൂങ്ങി മരിച്ച നിലയിൽ ഇന്ന് കാണപ്പെടുകയായിരുന്നു ഈ യുവാവിനെ. അത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് ഈ യുവാവ് എത്തിയത് എന്നതുപോലും അന്വേഷിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല എന്ന വലിയൊരു ആരോപണം തന്നെയാണ് ഈ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വിനോദ്, എന്തായാലും പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ കൃത്യമായ നടപടി ഉണ്ടാവുമെന്ന ഉറപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ കുടുംബവുമായി സംസാരിക്കുവാൻ പോലും ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത. പിന്നീട് ഈ ആംബുലൻസിന് മുന്നിൽ സഹോദരൻ കയറി നിന്നുകൊണ്ട് സഹോദരൻ്റെ മൃതദേഹം കൊണ്ടുപോകാൻ കഴിയില്ല, തൻ്റെ അനിയൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് നേടിയെടുത്തൊരു ജോലിയായിരുന്നു, അവൻ ഇങ്ങനെയല്ല ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞ ഒരു വൈകാരിക നിമിഷങ്ങളിലൂടെയൊക്കെ കടന്നുപോയതും നമ്മൾ കണ്ടതാണ്. ആ ഒരു അതായത് പ്രതിഷേധവുമായി മുന്നോട്ട് വരുമ്പോൾ മാത്രമാണ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അവർക്കൊരു ഉറപ്പ് കൊടുത്തത് എന്ന് തന്നെയാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. വിനോദ്, വ്യക്തമാണ്. തിരുവനന്തപുരം SAP ക്യാമ്പിലാണ് പോലീസ് ട്രെയിനി തൂങ്ങി മരിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്ത് വരുന്നത്. ട്രെയിനി ആനന്ദിനെ ഹവിൽദാർ വിപിൻ ക്രൂരമായി പീഡിപ്പിച്ചു, ജാതിയുമായി അധിക്ഷേപിച്ചു. വനവാസി കാണി സമൂഹത്തിൽപ്പെട്ട ആളാണ് മരിച്ച ആനന്ദ്. മരണത്തിന് മുമ്പ് ശരീരം മുഴുവൻ പാടുകളുണ്ടായിരുന്നുവെന്നും സഹോദരൻ ആരോപിക്കുന്നു. SAP കമാൻഡ് യോഗേഷ് സ്ഥലത്തെത്തിയ ശേഷമാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കുടുംബാംഗങ്ങൾ തയ്യാറായത്. എന്തായാലും ഇവർക്ക് നീതി ലഭിച്ചേ മതിയാകുകയുള്ളൂ. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.